പോത്തുകുട്ടികൾ ഇതേമാതിരിയാകുക ഇതാണ് പോത്തുകുട്ടിയാണോ ഇതേമാതിരിയാവും അതിന്റെ കുട്ടികളാണ് അത് ഒറിജിനൽ മുറ ഒറിജിനൽ മുറ കുട്ടികൾ വലുതാണ് ചെറുതൊക്കെ കച്ചവടമായോ? കച്ചവടം ആയിക്കൊണ്ടിരിക്കും. ഗീറ് 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 അത് കീറ് കാളക്കുട്ടിയാണ്. 13,000 റുപ്യൊക്കെ വിറ്റത്. ആ ഇത് 13,000 റുപ്യൊക്കെ വിറ്റത്. എന്താ സാധനം അഞ്ഞ് പഞ്ഞ പോത്തത് എങ്ങനെ ചോദ്യ ചോദ്യ കഴിഞ്ഞോ? ഗീർ കച്ചവടമായി 13,000-ന് 14,000-നൊക്കെ കച്ചവടമായി. ഏതായാലും പാവന്തല്ലേ കുടിച്ചായി അടുത്ത മോരിക്കുട്ടിന്റെ കച്ചവടം. അത് കുട്ടികളാണ് ജെയ്സി കുട്ടികളാണ്. അത് അതിന്റെ ചെവിയൊക്കെ നിങ്ങൾ കുട്ടിയുടെ ഇതൊക്കെ നോക്കുക നോക്കിയാണോ ചെവിന്റെ അതൊക്കെ നോക്കുക കുട്ടികളല്ല ആ കുഞ്ഞല്ല. ഒന്നുകൂടി വേണം തുണക്ക്. അവിടെ വലിയ വലിയ ആന്ധ്രക്കാളെ കണ്ട അതിന്റെ കുട്ടിയാണത്. വലിയ വലിയ ആന്ധ്രക്കാളുടെ കുട്ടിയാണത്. ഇതെല്ലാവർക്കും അറിയില്ല കണ്ടോ? നമുക്ക് കണ്ടെത്തുന്ന നോക്കണം. അപ്പൊ ഒന്ന് മണ്ടിച്ചോണോ? എത്ര ചോദിക്കണ? ഇത് ചോദിക്കണേ 44 രൂപ. 44. ഇത് പെരുന്നാൾ വരെയാണ്. പോറ്റുമ്പോത്തിന് 1.25 ലക്ഷം റുപ്യക്ക് വിൽക്കാം. അത് ഒറിജിനൽ മുറയാണ്. ചന്തയിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു പോത്തുകുട്ടി ഒരൊറ്റ പോത്തുകുട്ടിയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു പോത്തുകുട്ടി ഇനി ചന്തയിലില്ല. ചന്ത മൊത്തം പോത്തുണ്ടാക്കിയത് ഇതേമാതിരത്തെ ഒരു പോത്തുകുട്ടി, ഇതേമാതിരത്തെ ഒരു മുറപ്പോത്തുകുട്ടി ചന്തയിലില്ലെന്ന്. ഇന്ന് ഇങ്ങനത്തെ ഒരു പോത്തുകുട്ടി ഇന്ന് ചന്തയിലുള്ളത് മാത്രമേ ഉള്ളൂ.
വളർത്തേണ്ടവർക്ക് വളർത്തിയാൽ കൊണ്ടുപോയി വെക്കുമ്പോ കായ് കിട്ടും. ഒരു 5 മാസം 6 മാസം കൊണ്ട് 1.5 ലക്ഷം രൂപ കിട്ടാം. ചന്ത മൊത്തം കറങ്ങിയിട്ട് ഇയാൾ ഒരു പോത്തുകുട്ടിന്റെ ഒന്ന് നോക്കി. അതൊക്കെ മാന്യമായ വില ചോദിച്ചിട്ടുള്ളൂ, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വന്നാലും കൊടുക്കും. ഒറിജിനൽ മുറക്കുട്ടി എല്ലാം മൊറ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലതൊക്കെ മൊറാന്ന് പറഞ്ഞ ഉറയിക്കാരാണ്. അത് തിരുനോൽക്ക് തിരുമ്പളെ ചന്തയിൽ ഏത് കച്ചവടക്കാരനോട് പോയിട്ട് ഇത് മുറയണമെന്നില്ല. നല്ല കുട്ടിയെ കണ്ടാൽ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ കണ്ണും മോറൊക്കെ കണ്ടാ മതി. അത് തിരിയണോന്ന് തിരിയും, അല്ലാത്ത നട്ടം തിരിയും. ആ നിങ്ങള് ഇത്ര ചുരുക്കുള്ള ഒരു പോത്തുകുട്ടി എന്തേലുണ്ടോ? വാങ്ങുമ്പോ 5000 രൂപ ഏറിനോ, വെക്കുമ്പോ 15000 25,000 കിട്ടും. അതാണ് വിഷയം. അതാണ് മാങ്ങനോടത്ത് കയറി വേറെ കിട്ടും. അതാണ് ഇല്ലെങ്കിൽ അതിങ്ങനെ മുട്ടു കൊടുത്തായി പോകും. ആൾക്കാർ വാങ്ങുമ്പോ ഫോട്ടോ വാങ്ങണം, തിരിഞ്ഞു വാങ്ങണം. അത് ആ കാണുന്ന വെക്കുന്നു. പ്രിയരെ, ചേളാരി ചന്തയിലെ കച്ചവട കാഴ്ചകളാണ് കാണുന്നത്. മൂരിക്കുട്ടികളും പോത്തുകുട്ടികളും വളർത്തുകുട്ടികളും. ചേട്ടനെ മൂരിക്കുട്ടിക്ക് കമ്പം പിടിച്ചാണ്. ഒരു ഹോട്ടലാക്കണം. വണ്ടിക്കോ കച്ചവടമായി. അഡ്വാൻസും പൈസയും മുഴുവൻ കൊടുത്തു. ട്രിപ്പിനുള്ള വണ്ടിക്കാരനെത്തി. എല്ലാം ശുഭം. 12,500 പോയത്. പ്രിയപ്പെട്ടവരെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ കേരള ഫാമിൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.